Hi everyone, welcome to Meenu's menu. ഇന്നത്തെ നമ്മുടെ മെനുവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ ഒരു അടിപൊളി ചെറുപയർ പായസമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഗ്രീൻ ഗ്രാം, സോൾട്ട്, വാട്ടർ, ജാഗ്രി, ഗീ, കാർഡമം, കോക്കനട്ട് മിൽക്ക്, കാഷ്യൂ നട്ട്സ് ആൻഡ് കോക്കനട്ട് ചങ്ക്സ്. അപ്പോൾ നമ്മുടെ ചെറുപയർ പായസം എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുക്കർ സ്റ്റവിൽ വെച്ചു. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ കഴുകി വെച്ച ചെറുപയറാണ്. അത് നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നത് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചെറുപയർ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചെറുപയർ ഞാനൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർക്കുന്നതിൻ്റെ കൂടെ ആ പയർ പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആ പായസത്തിന് കുറച്ചുകൂടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇനി നമ്മുടെ ചൂടായ പയറിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും അതോടൊപ്പം ഞാൻ കുറച്ച് ഒരു ഞുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 വിസിലോളം വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 4 വിസിലോളം വന്നു കഴിഞ്ഞു. നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. പയറപ്പം നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ഒരു ശർക്കര 400 ഗ്രാമോളം ശർക്കര 3/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുണ്ട്. ആ ശർക്കരപ്പാനി നമുക്കിനി ഈ പയറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശർക്കരയും പയറും നന്നായിട്ടൊന്ന് മിക്സായി അതൊരു നല്ലൊരു തിക്ക് ഒരു ഫോമിൽ എത്തുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും പയറും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പയറുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പയറുപൊടി നമ്മൾ ആദ്യം വറുത്ത പയറിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിപ്പം പായസത്തിന് ഇച്ചിരി ഒരു തിക്നെസ്, ഒരു കട്ടിയൊന്ന് ജസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പം ഇതിലേക്ക് പൊടിച്ച് വെച്ച പയറുപൊടി ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ പയർ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ശർക്കരയും പയറും എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നത്. അതുപോലെ ജീരകം പൊടിച്ചതും നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യും ഈ പറഞ്ഞ പോലെ നമുക്ക് നെയ്യുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒട്ടും ആ ഫ്ലേവർ അങ്ങനെ താല്പര്യമില്ലെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ നെയ്യ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് പായസത്തിന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പാല് മിക്സിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നിടം വരെ നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് കോരിയ തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കശുവണ്ടി പരിപ്പും കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇന്നത്തെ മീനൂസ് മെനുവിലെ വിഷു സ്പെഷ്യൽ പയർ പായസം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.